أشكر الله تعالى على ما من به علي من طلب العلم حتى تخرجت من جامعة الهند الإسلامية. خلقت للتوحيد وطاعة المجيد، فالله رب الأحد في فعله والصمد، مصرف وخالق مشرع ورازق، معتقدا إفراده بالقصد والعبادة، كالذبح والصلاة والحج والزكاة والنذر والدعاء والخوف والرجاء، وصرفها لغيره شرك خلاف أمره، له صفاته العلى واسماؤه الحسنى بلا تحريف أو تعطيل تكييف أو تمثيل، فربنا عظيم ووجهه كريم، فوق السماء قد علا حقا على العرش استوى. يا قارئين هدى الرسول الهادي، يا قارئين هدى الرسول الهادي، أحييتم بجنى الحديث فؤادي، طبتم وطاب سماعنا من سنة قد رتلت هونا بصوت الحادي. يا تاليا هلا أعدت حديثه مترنما بالمتن والإسناد، نورا أضاء دروبنا سننا بها كم يهتدي من حاضر أو باد، طمأنتم قلبي بروح نسيمي، طاب النسيم لرائح أو غادي، يا تاليا أقواله فلتسقني عذب الحديث ففيه ري الصاد، عذب الحديث ففيه ري الصاد. يا قارئين هدى الرسول الهادي. وينزل الغفار إذا تجي الأسحار، ذو الدرجات العليا إلى السماء الدنيا، قرآنه المرتل كلامه المنزل، وليس بالمخلوق أو ناقص ملحوق، إسلامنا السعادة أوله الشهادة. നിങ്ങളുടെ ദിശണ ഇന്ന് മുസ്ലിം സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളിയെ എങ്ങനെ അതിജീവിക്കാമെന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കണം. നിങ്ങളുടെ സർഗശേഷി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇന്ന് മുസ്ലിം സമുദായത്തിന് നേരെ വന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങളെ തകർത്തെറിയാനുള്ളതായിരിക്കണം. على ضوء الكتاب والسنة وفهم السلف الصالح بإذن الله تعالى. إيماننا بالله. 100 വർഷത്തിന്റെ പാരമ്പര്യം പറഞ്ഞ് മുഴുവൻ ശുക്രം ഖുറാഫാത്തും പ്രചരിപ്പിക്കാൻ ഒരു സംഘം മുന്നോട്ട് വരുമ്പോൾ അവിടെ ഒരു വലിയ മതിൽക്കെട്ടായി ആദർശത്തിന്റെ തൗഹീദിന്റെ സുന്നത്തിന്റെ ഒരു വലിയ പ്രതിരോധം തീർത്തുകൊണ്ടുള്ള മതിൽക്കെട്ടുകളായി നിൽക്കാൻ ഇൻഷാ അല്ലാഹ് ഇവരുണ്ടാകും. മതരാഷ്ട്രവാദമെന്ന ഇസ്ലാമിന്റെ പേരിലുള്ള തീവ്രവാദ ചിന്താഗതികളെ കൊണ്ടുവരാൻ അത് ഒളിച്ചു വരുത്താൻ ശ്രമിക്കുന്ന തെറ്റായ ആശയങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെതിരായി പ്രമാണങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ അത് ശരിയല്ല എന്ന് പറയുന്ന ആ മേഖലയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവരെ കാണാൻ കഴിയും. സലഫി എന്ന പേരിൽ രംഗത്ത് വരികയും ആയിരക്കണക്കിന് ഹദീസുകളെ നിഷേധിച്ചും പുച്ഛിച്ചും പരിഹസിച്ചും തള്ളുകയും ചെയ്യുന്ന ആളുകൾക്ക് ഉസൂലുൽ ഹദീസിന്റെ ഉസൂലുൽ ഫിഖഹിന്റെ ഖവായിദുൽ ഫിഖഹിയയുടെ എല്ലാ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ വൈജ്ഞാനികമായി ഇൽമിയായി പ്രതിരോധം തീർക്കാൻ ഇൻഷാ അല്ലാഹ് ഇവരുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ കൂട്ടായ്മയ്ക്ക് 6 മാസത്തെ മാത്രം കാലാവധി പറഞ്ഞ് ജിന്നിന്റെ പേര് പറഞ്ഞ് സിഹറിന്റെയും കണ്ണിന്റെയും പേര് പറഞ്ഞ് പരിഹാസ പേരുകളുമായി രംഗത്തിറങ്ങിയ ആളുകൾക്കും എവിടെയാണോ ആദർശ രംഗത്ത് കാലിടറിയത് അവിടെ നസീഹത്തോടു കൂടി ഗുണകാംക്ഷയോടുകൂടി തിരുത്തി കൊടുക്കാൻ മാർഗം കാണിക്കാൻ ഇൻഷാ അല്ലാഹ് ഇവരുണ്ടാകും. മതത്തിന്റെ മറവിൽ ഇൽമിന്റെ പേര് പറഞ്ഞ് ഗുലുവുമായി അതിരുവിട്ട വാദങ്ങളുമായി അതിവാദങ്ങളുമായി വന്ന് സംഘടനയെ വേണ്ടെന്ന വാദങ്ങളുമായി വന്നവർ അവസാനം സംഘടിക്കാത്തത് കൊണ്ട് ഛിന്ന ഭിന്നമായി പോകുന്ന കാഴ്ചകൾ കാണുമ്പോൾ അവിടെയും ദിശാബോധം നൽകാൻ ഇൻഷാ അല്ലാഹ് ഇവരുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ولتحذر الإرجاء والشرك والرياء